ചിരിയുടെ വിസ്മയം തീർത്ത നടൻ സലീം കുമാറിന് വിട നൽകി. നമസ്കാരം. ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ വിശേഷങ്ങളുമായി ജനേകം ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. 3 പതിറ്റാണ്ടോളം മലയാള വെള്ളിത്തിരയിൽ നിലയ്ക്കാത്ത ചിരിയുടെ വിസ്മയം തീർത്ത നടൻ സലീം കുമാറിന് വിട നൽകി. എറണാകുളം അമൃത ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ഇന്നലെ രാത്രി മരണം സംഭവിച്ചത്. 57 വയസ്സായിരുന്നു. മൃതദേഹം പൊതുദർശനത്തിന് ശേഷം പാറയ്ക്കാട് ആലുംമാവിലെ വീട്ടുവളപ്പിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. തൃശൂർ മണ്ണൂത്തിയിൽ വീട്ടുടമയെ കെട്ടിയിട്ട് 40 പവൻ സ്വർണവും 50,000 രൂപയും കവർന്നു. ഒല്ലുക്കര ചെറുപാറയിൽ സോമശേഖരന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. രാത്രിയോടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയ 3 അംഗ സംഘം സോമശേഖരനെ കെട്ടിയിട്ട ശേഷമാണ് അലമാരയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ കൈക്കലാക്കിയത്. അദ്ദേഹം ധരിച്ചിരുന്ന സ്വർണവും മോഷ്ടാക്കൾ കവർന്നു. കനത്ത മഴയെ തുടർന്ന് ഇടുക്കിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചതിന് പിന്നാലെ രാത്രി യാത്രയ്ക്കും കർശന വിലക്ക്. രാത്രി 7 മണി മുതൽ രാവിലെ 6 മണി വരെയാണ് മലയോര മേഖലയിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര മേഖലകളിൽ മണ്ണിടിച്ചിലടക്കമുള്ള പ്രകൃതി ദുരന്ത സാധ്യത കണക്കിലെടുത്താണ് നിയന്ത്രണം. സംസ്ഥാനത്തെ മഴ മുന്നറിയിപ്പിൽ മാറ്റം. വ്യാപക മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. മുൻപ് 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടായിരുന്നു. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ 4 ഓറഞ്ച് അലർട്ടാണ്. ജൂൺ 10ഓടെ സംസ്ഥാനത്ത് മഴയ്ക്ക് നേരിയ ശമനമുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. പാലക്കാട് ഡിപ്പോയിൽ നിർത്തിയിട്ട KSRTC ബസ് മോഷ്ടിച്ചു കടത്തി. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് സംഭവം. പാലക്കാട് ഡിപ്പോയിലെത്തിയ മോഷ്ടാവ് ബസ്സുമായി കടന്നു കളയുകയായിരുന്നു. ബസ് കൊണ്ടുപോകുന്നത് കണ്ട ജീവനക്കാർ പിന്തുടർന്നതോടെ നഗരത്തിലെ മറ്റൊരിടത്ത് ബസ് ഉപേക്ഷിക്കുകയായിരുന്നു. മധ്യപ്രദേശിൽ ഗർഭിണികൾക്കായി അംഗൻവാടി വഴി വിതരണം ചെയ്ത പോഷകാഹാര പൊതിയിൽ ചത്ത പാമ്പിൻ കുഞ്ഞിനെ കണ്ടെത്തി. കാർക്കണ്ട് കാന്തി ഗ്രാമത്തിലെ ഒരു യുവതിക്ക് ലഭിച്ച ന്യൂട്രീഷൻ പാക്കറ്റിലാണ് ചത്ത പാമ്പിൻ കുഞ്ഞിനെ കണ്ടെത്തിയത്. യുവതി ഈ ആഹാരം കഴിക്കാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 8 കടകൾ പൂർണ്ണമായി കത്തി നശിച്ചു. ഇന്ന് പുലർച്ചെ 5 മണിയോടെ മുഗൾ റോഡിലുള്ള പ്രമുഖ വാണിജ്യ കേന്ദ്രമായ ബ്ലഫിയാസ് മാർക്കറ്റിലാണ് തീപിടുത്തമുണ്ടായത്. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കടകളിൽ ഉണ്ടായിരുന്ന സാധനങ്ങളെല്ലാം കത്തി നശിച്ചതോടെ ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിന് പിന്നാലെ പരീക്ഷാ രീതികളിൽ അടിമുടി മാറ്റത്തിനൊരുങ്ങി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ചോദ്യപേപ്പറുകൾ തയ്യാറാക്കുന്ന രീതിയിൽ കാതലായ മാറ്റം വരുത്തി മുഖം രക്ഷിക്കാനാണ് ശ്രമം. പരീക്ഷാ പ്രക്രിയയുടെ ഏറ്റവും രഹസ്യ സ്വഭാവമുള്ള ഘട്ടത്തിലെ സുരക്ഷാ വീഴ്ചകൾ തുറന്നു കാട്ടപ്പെട്ടതിന് പിന്നാലെയാണ് നടപടി. ഓരോ പരീക്ഷകൾക്കും പ്രത്യേക ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന രീതി പൂർണ്ണമായും ഒഴിവാക്കി സീറോ ട്രസ്റ്റ് ആർക്കിടെക്ചർ എന്ന സംവിധാനത്തിലേക്ക് മാറാനാണ് തീരുമാനം. അമേരിക്കയിൽ പിസ നൽകാനെത്തിയ ഇന്ത്യക്കാരൻ വെടിയേറ്റ് മരിച്ചു. ഹൈദരാബാദ് സ്വദേശി അൻഷുൻ കുഞ്ചയാണ് കൊല്ലപ്പെട്ടത്. വെള്ളിയാഴ്ച രാത്രി നോർത്ത് ഫിലാൽഫിയയിൽ ഹൗസിംഗ് സൊസൈറ്റിക്കുള്ളിൽ പിസ വിതരണത്തിന് എത്തിയപ്പോഴാണ് അൻഷുലിന് നേരെ ആക്രമണമുണ്ടായത്. ഡെലിവറി ചെയ്ത് കഴിഞ്ഞ് മടങ്ങവേ തലയ്ക്ക് വെടിയേൽക്കുകയായിരുന്നു. അതേസമയം പിസ ഡെലിവറി ചെയ്ത വീട്ടിൽ ആൾതാമസമില്ലാതെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഓർഡർ ചെയ്ത നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. നൈജീരിയയിലെ കോളറ വ്യാപനത്തിന് നിരവധി പേർ മരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ഊർജിതമാക്കാനൊരുങ്ങി അധികൃതർ. രോഗബാധ നിയന്ത്രണ വിധേയമാക്കുന്നതിന് ശുചിത്വ നടപടികൾ ആരംഭിക്കുകയാണെന്ന് നൈജീരിയൻ പോലീസ് അറിയിച്ചു. നൈജീരിയയിലെ വടക്കു കിഴക്കൻ സംസ്ഥാനമായ ബോർണോയിൽ സമീപ ആഴ്ചകളിൽ കോളറ ബാധിച്ച് 39 പേരാണ് മരിച്ചത്. പ്രാദേശിക ആരോഗ്യ വിഭാഗം പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം നിലവിൽ 4204 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബോർണോ തലസ്ഥാനമായ മൈദുഗുരിയിലും ജെറൈ ജില്ലയിലാണ് പകർച്ചവ്യാധി ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനേകം ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ജനേകം വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.